सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावधीतमस्तु मा विद्विषावहे। ओम शांति शांति शांतिः। हरिः ओम श्री गुरुभ्यो नमः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेधि मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ओम नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वो वप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ओम पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ओम शान्ति शान्ति शान्तिः। हरिः ओम श्री गुरुभ्यो नमः। हरिः ओम। എല്ലാ സാധകർക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അധ ശുക്ല യജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് പ്രഥമകാണ്ഡം മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയീ ബ്രാഹ്മണം പഞ്ചമമന്ത്രം ഷഷ്ടമന്ത്രം. സഹോവാച നവാരേ പത്യുക്കാമായ പതിപ്രിയോ ഭവതി ആത്മനസ്തു കാമായ പതിപ്രിയോ ഭവതി. നവാരേ ജായായൈ കാമായ ജായാപ്രിയാ ഭവതി ആത്മനസ്തു കാമായ ജായാപ്രിയാ ഭവതി. നവാ അരേ പുത്രാണാം കാമായ പുത്രാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ പുത്രാഃ പ്രിയാ ഭവന്തി. നവാരേ വിത്തസ്യ കാമായ വിത്തം പ്രിയം ഭവതി ആത്മനസ്തു കാമായ വിത്തം പ്രിയം ഭവതി. നവാരേ ബ്രഹ്മണഃ കാമായ ബ്രഹ്മപ്രിയം ഭവതി ആത്മനസ്തു കാമായ ബ്രഹ്മപ്രിയം ഭവതി. നവാരേ ക്ഷത്രസ്യ കാമായ ക്ഷത്രം പ്രിയം ഭവതി ആത്മനസ്തു കാമായ ക്ഷത്രം പ്രിയം ഭവതി. നവാരേ ലോകാനാം കാമായ ലോകാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ലോകാഃ പ്രിയാ ഭവന്തി. നവാരേ ദേവാനാം കാമായ ദേവാഃ പ്രിയാ ഭവന്തി ആത്മനസ്തു കാമായ ദേവാഃ പ്രിയാ ഭവന്തി. നവാരേ ഭൂതാനാം കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി ആത്മനസ്തു കാമായ ഭൂതാനി പ്രിയാണി ഭവന്തി. നവാരേ സർവസ്യ കാമായ സർവം പ്രിയം ഭവതി
ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി ആത്മാ വാ അരേ ദ്രഷ്ടവ്യഃ ശ്രോതവ്യഃ മന്തവ്യഃ നിധിധ്യാസിതവ്യഃ മൈത്രേയീ ആത്മനോ വാ അരേ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇദം സർവം വിദിതം. ഷഷ്ടമന്ത്രം. ബ്രഹ്മതം പരാദാത് യോ അന്യത്ര ആത്മനഃ ബ്രഹ്മവേദ ക്ഷത്രം തം പരാദാത് യോ അന്യത്ര ആത്മനഃ ക്ഷത്രം വേദ ലോകാഃ തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ലോകാൻ വേദ ദേവാഃ തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ദേവാൻ വേദ ഭൂതാനി തം പരാദുര്യുഃ യോ അന്യത്ര ആത്മനഃ ഭൂതാനി വേദ സർവത്തം പരാദാത് യോ അന്യത്ര ആത്മനഃ സർവം വേദ ഇദം ബ്രഹ്മ ഇദം ക്ഷത്രം ഇമേ ലോകാഃ ഇമേ ദേവാഃ ഇമാനി ഭൂതാനി ഇദം സർവം യഥയമാത്മാ. യാജ്ഞവൽക്യ മഹർഷിയെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ബൃഹദാരണ്യക ഉപനിഷത്ത് മൈത്രേയി ബ്രാഹ്മണം ചതുർത്ഥ ബ്രാഹ്മണം ബ്രഹ്മവിദ്യാ പ്രകരണത്തിൽ മൈത്രേയിയായ തൻ്റെ പത്നിയും ശിഷ്യയുമായ മൈത്രേയിക്ക് ബ്രഹ്മവിദ്യാ ഉപദേശ ആഖ്യായിക രൂപത്തിലുള്ള ബ്രാഹ്മണമാണ് ചതുർത്ഥ ബ്രാഹ്മണം. അതിനു മുന്നോടിയായിക്കൊണ്ട് അജാതശത്രു ബ്രാഹ്മണം നമ്മൾ കണ്ടു, ശിശു ബ്രാഹ്മണം കണ്ടു, മൂർത്താമൂർത്ത ബ്രാഹ്മണങ്ങൾ കണ്ടു. അജാതശത്രു ബ്രാഹ്മണം ബ്രഹ്മവിദ്യാ പ്രകരണം തനിയെ ആയിരുന്നു. സുഷുപ്തി വിചാരത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ആഖ്യായിക രൂപത്തിൽ ഗുരുവായ അജാതശത്രു ബ്രഹ്മവിദ്യ ഉപദേശിക്കലായിരുന്നു ഗാർഗ്യനായ ശിഷ്യനോട്. സത്യസ്യ സത്യം ലോകാഃ സത്യം സർവം സത്യം എന്ന് പറഞ്ഞ് ഉപദേശം. ആർക്കാണോ ആ സത്യസ്യ സത്യം ഉൾക്കൊള്ളുവാൻ സാധിക്കാത്തത് അവർക്ക് വേണ്ടി ഉപാസന പറഞ്ഞു നൽകുകയായിരുന്നു ശിശു ബ്രാഹ്മണം, മൂർത്താമൂർത്ത ബ്രാഹ്മണം. അവസാനം മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിൽ എത്തിയപ്പോൾ അധ്യാരോപ അപവാദ പ്രക്രിയ നമ്മൾ കണ്ടു. എന്തിനെയൊക്കെ മൂർത്തമായും അമൂർത്തമായും സൃഷ്ടിച്ചിട്ടുണ്ടോ അതൊക്കെ മായ കൊണ്ട് ഭഗവാൻ സൃഷ്ടിച്ചതാണ്. അല്ലെങ്കിൽ പരമാത്മാവ് മായാസഹിതനായി ഈശ്വരൻ എന്ന നാമം സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടി നടത്തിയതാണ്. മായ എന്നത് താൽക്കാലികമാണ്, ആവിർഭവിച്ചതാണ്. അതുകൊണ്ട് അതിന് തിരോഭാവം ഉണ്ടാകും, അതായത് നാശമുണ്ടാകും. അതുകൊണ്ട് സൃഷ്ടിയും താൽക്കാലികമാണ്. അതുകൊണ്ട് ഇതിനോട് അമിതമായ മമത പാടില്ല എന്ന് പറഞ്ഞു അപവദിച്ചു. ന ശാശ്വതം ന ശാശ്വതം എന്ന് പറഞ്ഞു. അതിനുശേഷം മൈത്രേയി ബ്രാഹ്മണത്തിൽ നമ്മളെത്തി. മൈത്രേയി എന്ന ബ്രഹ്മവാദിനി ഋഗ്വേദ പണ്ഡിതയായ മൈത്രേയിക്ക് യാജ്ഞവൽക്യ മഹർഷി, ഞാൻ അമൃതത്വം തേടി ഇവിടെ നിന്ന് പോവുകയാണ് മൈത്രേയി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എൻ്റെ സ്വത്തെല്ലാം ഞാൻ വീതം വെച്ച് തരുന്നു. ഇനിയുള്ള കാലം നിങ്ങൾ തനിയെ ജീവിക്കൂ എന്ന് പറഞ്ഞു. അപ്പം മൈത്രേയി പറഞ്ഞു, എന്തിനെ അന്വേഷിച്ചുകൊണ്ടാണോ അങ്ങ് സർവറ്റിനെയും ഉപേക്ഷിച്ചു പോകുന്നത്? ഈ ഉപേക്ഷിക്കുന്നതൊന്നും അങ്ങ് അന്വേഷിക്കുന്ന അത്രയും വിലയുള്ളതല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു. അതുകൊണ്ടാണല്ലോ അങ്ങ് ഇതെല്ലാം ഉപേക്ഷിച്ചു പോകുന്നത്. അതുകൊണ്ട് അങ്ങ് എന്തെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്തിനെ തേടി പോകുന്നോ അതാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അമൃതത്വമാണ് വേണ്ടത് എന്ന് മൈത്രേയി വ്യക്തമായി പറയുന്നു. യാജ്ഞവൽക്യ മഹർഷി അമൃതത്വം തേടിയാണ് സർവബന്ധങ്ങളും ബന്ധനങ്ങളും ഉപേക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മൈത്രേയി അത് തന്നെ ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടു. മൈത്രേയിയുടെ ഗുരുപസക്തി കണ്ടു. എത്രമാത്രം വിവേക വൈരാഗ്യാദികളോടുകൂടിയ അധികാരത്തോടു കൂടിയാണ് ദൃഢമായ ആ ചോദ്യത്തെ മൈത്രേയി ചോദിച്ചതെന്നും നമ്മൾ കണ്ടു. മൈത്രേയി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു. ആ സ്വഭാവത്തോടു കൂടിയവൾ തന്നെയാണ്, ഏറ്റവും ഉചിതമായ നാമം തന്നെയാണ് മൈത്രേയിക്ക് ലഭിച്ചത്.
മൈത്രേയിയുടെ ഗുരുവിനോടുള്ള ആഭിമുഖ്യം നമ്മൾ കണ്ടു. അതിനുശേഷം ബ്രഹ്മവിദ്യാ ഉപദേശം 4-ാം മന്ത്രത്തിൽ ആരംഭിച്ചു. ശിഷ്യാനുശാസനം ആരംഭിച്ചു. എങ്ങനെ കേൾക്കണമെന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. ശ്രദ്ധസ്വ ശ്രവണം കുര്യാത് സന്യസ്യ ശ്രവണം കുര്യാത്. എങ്കിലേ ഞാൻ എന്തിനെയാണോ അന്വേഷിച്ചു പോകുന്നത് അത് നിനക്കും കിട്ടുകയുള്ളൂ. അല്ലാണ്ട് എത്രയോ കാലമായി നീ കേൾക്കുന്നു, പക്ഷെ അമൃതത്വം, ആ ജീവൻ മുക്തിയെ നിനക്ക് നേടിയിട്ടില്ല എന്ന് നീ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ അത് എന്തിൻ്റെയൊക്കെയോ കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് ഇനിയും ഞാൻ ഉപദേശിക്കാൻ തയ്യാറാണ്. നീ എങ്ങനെ കേൾക്കണം? സന്യസ്യ ശ്രവണം കുര്യ. നമ്മളോട് എല്ലാവരോടുമാണ് പറയണത്. നമ്മൾ സന്യസ്യ ശ്രവണം കുര്യാത് ശ്രദ്ധസ്വ ശ്രവണം കുര്യ. അപ്പോൾ അത് മൈത്രേയി പറഞ്ഞു, അങ്ങ് പറയണ പോലെ തന്നെ ഞാൻ ശ്രവണം ചെയ്യാം. അപ്പം എങ്ങനെയാണ് ശ്രവിക്കേണ്ടതെന്ന് നമ്മൾ കണ്ടു. 5-ാമത്തെ മന്ത്രത്തിൽ ശ്രവണം എന്നത് മുഖ്യ സാധനയാണെന്ന് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് പറഞ്ഞു കൊടുത്തു. ബാക്കി സഹകാരി സാധനങ്ങളും പറഞ്ഞു കൊടുത്തു. ഞാൻ ഈ പറയുന്ന പോലെ നീ സാധനകൾ അനുഷ്ഠിച്ചാൽ, ശ്രവണം ചെയ്താൽ, എന്തിനെ അന്വേഷിച്ചാണോ ഞാൻ പോകുന്നത് അത് നിനക്ക് ഇവിടെ തന്നെ ലഭ്യമാകും മൈത്രേയി. അതാണ് ദ്രഷ്ടവ്യ, സാക്ഷാത്കാരിതവ്യ എന്ന് നമ്മൾ കണ്ട്. 5-ാമത്തെ മന്ത്രം ആത്മാവാരെ ദർശനേന ശ്രവണേന മത്യാ വിജ്ഞാനേന ഇതം സർവം വിദിതം. അല്ലയോ മൈത്രേയി, നിനക്ക് ആത്മാവ് ദർശനമാണെന്ന്, ദർശനയോഗ്യമാണ് എന്ന് വെച്ചാൽ, ദർശനം എന്ന് വെച്ചാൽ കണ്ണുകൊണ്ട് കാണുന്നതല്ല. ദർശനം എന്ന വാക്കിൻ്റെ അർത്ഥം ഇവിടെ അനുഭവയോഗ്യം എന്നാണ്. നിനക്ക് ആത്മസാക്ഷാത്കാരം എന്നത് അനുഭവയോഗ്യമാണ്. സിദ്ധസ്വ സിദ്ധം, നിനക്കിത് സിദ്ധമാകും അല്ലേ? കര തല വലത് അല്ലേ? എങ്ങനെയാണോ ഉള്ളം കയ്യിൽ നെല്ലിക്ക വെച്ചാൽ അത് കാണാൻ പറ്റുന്നത്. നമ്മൾ വെറുതെ എങ്ങും അന്വേഷിച്ചു പോകണ്ട എന്ന് പറയുന്ന ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പലയിടത്തും കണ്ടതാണ് അല്ലെ, ഓർക്കുന്നുണ്ടാവും. സ്വകണ്ഠാഭരണം ഇത്യാദി ഉദാഹരണങ്ങൾ അല്ലേ. അപ്പോൾ മറ്റെവിടെയും നീ അന്വേഷിച്ചു പോകണ്ട, നിനക്ക് അനുഭവയോഗ്യമാകൂ. എങ്ങനെ? ശ്രവണേന. വീണ്ടും ആവർത്തിക്കുകയാണ്. ശ്രവണേന മത്യാ, മത്യ എന്ന് വെച്ചാൽ മനനേന, വിജ്ഞാനേന എന്ന് വെച്ചാൽ നിധിധ്യാസനേന. മുഖ്യ സാധനയും സഹകാരി സാധനയും ശ്രദ്ധയോടെയും സന്യാസത്തോടും കൂടി ചെയ്താൽ എന്താണ് ഫലം? ഇതം സർവം വിദിതം. നിനക്ക് ബ്രഹ്മവിദ്യ എന്നത് പ്രാപ്തമാകും. നമ്മളത് കണ്ടു. അടുത്തതിലേക്ക് പോകാം. 6ഠമന്ത്രം ശ്രവണാംഗ മന്ത്രം അദ്വൈത സ്ഥാപനാർത്ഥമസ്തി അല്ലേ. ശ്രവണം എന്നത് മുഖ്യമാണെന്ന് വീണ്ടും വീണ്ടും പുനരാവർത്തി നടത്തുകയാണ് ഉദാഹരണങ്ങളിലൂടെ യാജ്ഞവൽക്യ മഹർഷി ചെയ്യുന്നത്. ബ്രഹ്മതം പരാധാത് യോ അന്യത്ര ആത്മനഃ ബ്രഹ്മവേദ. ശ്രദ്ധയോടെ ഇരിക്കണേ, ഉദാഹരണങ്ങളാണ് പറയണത്. ബ്രഹ്മതം പരാധ, ഇനി എളുപ്പമാണ്. ഒരുപാട് എല്ലാ മന്ത്രങ്ങളിലും ആവർത്തനം ഒരുപാട് വരുന്നുണ്ട്. ഇവിടെ ബ്രഹ്മം എന്ന് വെച്ചാൽ ബ്രാഹ്മണ ജാതി എന്നാണ് അർത്ഥം. ബ്രഹ്മതം അല്ലാണ്ട് നമ്മൾ പറയുന്ന സച്ചിദാനന്ദ ബ്രഹ്മനല്ല. ഇവിടെ ബ്രഹ്മതം പരാധാത് യോ അന്യത്ര ആത്മനഃ ബ്രഹ്മവേദ എന്നാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ബ്രാഹ്മണ ജാതിയിൽ ജനിച്ചവൻ അല്ലേ. നമ്മൾ ഒരു ജാതിയിൽ ജനിച്ചാൽ എന്തൊക്കെയാണ് നമുക്കുള്ളത്? ജാത്യഭിമാനം ഉണ്ടാവും അല്ലേ. ഞാൻ ഇന്ന ജാതിയിലാണ്, അത് ഏതും ആയിക്കോട്ടെ അല്ലേ. ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ഏതും ആയിക്കോട്ടെ അല്ലേ. നമ്മളതിൽ ഓരോ 100 കണക്കിന് 1000കണക്കിന് ജാതിയുണ്ട്. ഭാരതത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ വിദേശങ്ങളിലായിക്കോട്ടെ എല്ലായിടത്തും ഉണ്ട്. ജാതി എന്നത് എന്താ പറയുക, വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ചകളിലേക്ക് പോയിട്ട് കാര്യമില്ല. ഇവിടെ യാജ്ഞവൽക്യ മഹർഷി ഉദാഹരണമായിട്ട് പറയുകയാണ്. നമ്മൾ ഒരു ജാതിയിൽ ജനിച്ചാൽ നമുക്ക് എന്തായിരിക്കും? ജാത്യഭിമാനം ഉണ്ടാകും.
വർണ്ണാഭിമാനമുണ്ടാകും, കുലാഭിമാനമുണ്ടാകും, ഗോത്രാഭിമാനമുണ്ടാകും, എന്തെല്ലാം അഭിമാനങ്ങളാണ് അല്ലേ? അതാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പം ബ്രാഹ്മണ ജാതിയിൽ ജനിച്ച ഒരാളെ കുറിച്ച് ഉദാഹരണം പറയുകയാണ്. അയാള് ആ ബ്രാഹ്മണ കുലജാതൻ, ആ ബ്രാഹ്മണ കുലത്തിൽ അല്ലെ ബ്രാഹ്മണ വർണ്ണത്തിൽ ജനിച്ചിട്ട് അദ്ദേഹം ബ്രാഹ്മണനെ പോലെ അല്ലാണ്ടാണ് ജീവിക്കുന്നതെങ്കിൽ, ശ്രദ്ധിക്കണേ, ബ്രാഹ്മണ ധർമ്മം അപ്പം നമ്മൾ ഓർക്കണം. നമ്മൾ അജാതശത്രു ബ്രാഹ്മണത്തിൽ പഠിച്ചിരുന്നു, അത് മറന്നു പോകരുത്. അതിവിടെ നമ്മൾ അധ്യാഹാരം ചെയ്യണം. അജാതശത്രു ബ്രാഹ്മണം മൈത്രി ബ്രാഹ്മണത്തിലെ ഷഷ്ടമന്ത്രത്തിൽ എന്താണ് ബ്രാഹ്മണ ധർമ്മമെന്ന് നമ്മൾ കണ്ടിരുന്നു. ആ ധർമ്മങ്ങളോടുകൂടി ഒരാൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, നമ്മൾ അറിഞ്ഞോ ഒന്നുമല്ല, നമുക്കറിയേയില്ല, നമ്മുടെ പ്രാരാബ്ധം കൊണ്ട് ബ്രാഹ്മണ കുലജാതന, അത് പുണ്യപ്രാരാബ്ധമോ എന്തു ആയിക്കോട്ടെ, പ്രാരാബ്ധം കൊണ്ട് നമ്മൾ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. എന്നിട്ട് ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചിട്ട് ആ ജനിച്ചയാള് ബ്രാഹ്മണന്റെ സ്വധർമ്മം ചെയ്തില്ല എങ്കിൽ, യോ അന്യത്ര ആത്മനഃ ബ്രഹ്മവേദ, അത് പറയുകയാണ്. ഇപ്പം നമ്മളെ തന്നെ ഉദാഹരണം എടുത്തേ, നമ്മൾ ഓരോരുത്തർ അവനവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. ഞാൻ ജനിച്ചു, ഞാനെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തർ ബ്രാഹ്മണ കുലത്തിൽ. അപ്പം എന്താണ്, എനിക്ക് ബ്രാഹ്മണ കുലത്തിൻ്റെ അഭിമാനമുണ്ട്. അപ്പം ഞാൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു. ഒരു അറിവാകുമ്പോൾ എന്താണ്, നമുക്ക് അതിൻ്റെ അഭിമാനം നമ്മളിൽ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഏത് കുലം ആയിക്കോട്ടെ, നമുക്കിങ്ങനെ അത് വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ എന്താണ്, ആ കുലത്തിൻ്റെ ധർമ്മങ്ങൾ ചെയ്തില്ലെങ്കിൽ, അധ്യയനം, അധ്യാപനം, ഒരുപാട് ധർമ്മങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ആ ധർമ്മങ്ങൾ ചെയ്തില്ല എങ്കിൽ ആ കുലത്തിലുള്ള മറ്റുള്ളവരുണ്ടല്ലോ, മാതാപിതാക്കൾ, സഹോദരങ്ങളും ബാന്ധവൻ, ബന്ധുജനങ്ങൾ, ഇവരൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കുലത്തിൽ അല്ലേ? ഒരിക്കലും ഒരു ബ്രാഹ്മണനായി ഒറ്റയ്ക്ക് ജനിക്കില്ലല്ലോ, അതിനോടൊപ്പം അനേകം പരിവാരങ്ങളുണ്ടല്ലോ. അവരോട് പറയുന്നത് അടുത്തത് യാജ്ഞവൽക്യ മഹർഷി, ഈ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചയാള് ബ്രാഹ്മണന്റെ ധർമ്മം ചെയ്തില്ലെങ്കിൽ അവരെ എന്ത് ചെയ്യണം? തം പരാധാത്, അവരെ ആ കുലത്തിൽ നിന്നും ഭ്രഷ്ട് ചെയ്യാൻ. അതാണ് പരാധാത് എന്ന് വെച്ചാൽ ഭ്രഷ്ട് ചെയ്യുക, റിജക്റ്റ് ചെയ്യുക, അവരെ ആ കുലത്തിൽ നിന്നും പുറത്താക്കണം എന്ന് പറയുകയാണ്. ബ്രാഹ്മണൻ കുലത്തിൽ ജനിച്ചിട്ട് ബ്രാഹ്മണന്റെ ധർമ്മമല്ലാതെ മറ്റു ധർമ്മമാണ് ചെയ്യുന്നതെങ്കിൽ ആ കുലത്തിലുള്ളവർ മറ്റു ധർമ്മം ചെയ്യുന്ന ആ വ്യക്തിയെ ആ കുലത്തിൽ നിന്നും പുറത്താക്കാം. പക്ഷെ നമ്മൾ ഇതേ കാണുള്ളൂ, ഇതേ കാണുന്നു. ഇപ്പം ഇവിടെ ഉത്തരകാശി തന്നെ ഉദാഹരണം പറയും. ഉത്തരകാശിയിൽ ഏറ്റവും കൂടുതൽ ബ്രാഹ്മണരാണുള്ളത്. അനേകം ബ്രാഹ്മണർ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്ത് തന്നെ ഉത്തരകാശി എന്ന ജില്ലയിലാണ് ബ്രാഹ്മണ കുലം അധികമുള്ളത്. ചുറ്റും ബ്രാഹ്മണന്മാരാണ്. അത് എന്തോ ഓരോ നാടിൻ്റെ ഓരോ പ്രത്യേകത. അപ്പോൾ ഇവർ പണ്ഡിറ്റുകൾ എന്ത് ചെയ്യും? രാവിലെ വന്നിട്ട് പൂജ ചെയ്യും, അവരുടെ എന്താണ് ഇതാണ് നമ്മൾ വേദം പറയുന്ന ധർമ്മങ്ങളാണ്. എന്നിട്ട് എന്ത് ചെയ്യും? അത് കഴിഞ്ഞ് ഓരോ ഷിഫ്റ്റായിട്ടാണ്. ഇവിടെ രാവിലെ 4 മണിക്ക് അല്ലെങ്കിൽ 4:30-ക്കൊക്കെ ക്ഷേത്രം തുറന്ന് വൈകിട്ട് 8 മണി 9 മണി വരെ ക്ഷേത്രം അടയ്ക്കുകയില്ല. നമ്മുടെ നാട്ടിലെ പോലെ 10 മണിക്ക് അടയ്ക്കുക, പിന്നെ പോയി കുറച്ച് നേരം വിശ്രമിച്ചിട്ട് പിന്നെ വൈകുന്നത്, അങ്ങനെയൊന്നുമില്ല. പകൽ മുഴുവൻ തുറന്നിടും. അങ്ങനെയാണ് രീതി. അപ്പോൾ ഒരാൾക്ക് ഇന്ന ഒരുപാട് കുടുംബക്കാർക്ക് ചേർന്നാണ് ഓരോ ക്ഷേത്രങ്ങളുടെ അധികാരം, ഊരായ്മയെന്ന് നമ്മൾ പറയാറില്ല. അത് അപ്പോൾ എന്താ ചെയ്യുക? ഇപ്പോൾ രാവിലെ 5 മണിക്ക് ഒരാൾ വന്നാൽ അയാൾക്ക് 8 മണി 9 മണി വരെയൊക്കെ ഡ്യൂട്ടി ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസമല്ലേ ഉള്ളവർക്ക് അപ്പം ജീവിക്കണ്ടേ. ഇവിടെയൊക്കെ എങ്ങനെയെന്ന് വെച്ചാൽ 6 മാസമേ സീസണുള്ളൂ. അത് കഴിഞ്ഞാൽ 6 മാസം ആരും വരില്ല. ചാർധാം അടച്ചാൽ പിന്നെ ആരും ഇങ്ങോട്ട് വരേയില്ല. ഇവിടെയുള്ള താമസിക്കുന്നവർ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ക്ഷേത്രത്തിൽ ആളില്ല, വരുമാനമില്ല, അപ്പം ഭക്ഷണം കഴിക്കണം.
അപ്പോൾ എന്ത് ചെയ്യും? അവർ കൃഷി ചെയ്യും. കൃഷി ശരിക്കും എന്താണ്? കൃഷി ഗൗരക്ഷ വാണിജ്യം എന്താണ്? വൈശ്യധർമ്മ സ്വഭാവജ എന്നാണ് ഭഗവാൻ അർജുനനോട് പറഞ്ഞത്. പക്ഷെ വൈശ്യനായേ പറ്റുള്ളൂ. കാരണം എന്താണ്? ജീവിക്കണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ, അല്ലാതെ ഇവിടെ എന്താണ് വരുമാനമുള്ളത്? അപ്പം എന്ത് ചെയ്യും? അവർ കുറച്ച് സമയം ബ്രാഹ്മണ വൃത്തി ചെയ്യും, അത് കഴിഞ്ഞാൽ വൈശ്യവൃത്തി ചെയ്യും. നമുക്ക് കാണാവുന്നതാണ്. അവർക്കതിൽ ഒരു ദുരഭിമാനവും ഇല്ല. അവർ വന്നിട്ട് എന്ത് അധ്വാനിക്കുന്നറിയോ? ഇവിടെ എങ്ങനെയാണെന്ന് തട്ട് ഭൂമിയാണ്, ഭൂപ്രദേശം അങ്ങനെയാണ്, തട്ടായിട്ടാണ്, പീഠഭൂമികളാണ്. അപ്പോൾ എങ്ങനെയാണ്? ഒരു സ്ഥലത്ത് കൃഷി ചെയ്യും, അതിൻ്റെ മേളിൽ അങ്ങനെയായിട്ട് മലയല്ലേ, അവർ അധ്വാനിക്കുന്ന കാണണം. 90 വയസ്സായാലും പുറത്തിങ്ങനെ ഒരു കൊട്ടയിട്ടിട്ട് പുല്ല്, ഇഷ്ടം പടി പശു, എല്ലാ ബ്രാഹ്മണ വീടുകളിലും പശു ഉണ്ടാകും. വൈശ്യധർമ്മം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ ഓരോ നാടിൻ്റെ രീതി അങ്ങനെയാണ്. അങ്ങനെ നമുക്ക് കാണാം. ഇപ്പോൾ ബ്രാഹ്മണന്റെ ധർമ്മം ചെയ്യാണ്ട്, പക്ഷെ അവർ ചെയ്തിട്ടാണ് കേട്ടോ, രാവിലെ അത് ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടാണ് പിന്നീട് നിത്യവൃത്തിക്കായിട്ട് മറ്റു പലതും ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അതല്ല പറയണത്. ബ്രാഹ്മണന്റെ ധർമ്മം എന്താണോ അത് ചെയ്യാണ്ട് മറ്റു ധർമ്മങ്ങൾ ചെയ്താൽ, ഇപ്പൊ പല പറയണത് ശരിയാണെന്ന് അറിയില്ല, നമുക്ക് പലയിടത്തും കാണാം. ഈ ചെന്നൈയിലൊക്കെ പോയാൽ, നിങ്ങൾ മദ്രാസിൽ പോയവർക്കറിയാം, മദ്രാസിലൊക്കെ പോയാലും IT കമ്പനികൾ ധാരാളമുണ്ട്. അപ്പോൾ നമുക്ക് അവർ എന്താ ചെയ്യുന്നത്? സ്കൂട്ടറിലോ ബൈക്കിലോ ഒക്കെ വന്നിട്ട് അമ്പലത്തിൽ ആദ്യം എവിടെയൊക്കെ ഇങ്ങനെ പിള്ളയാർ കോവിൽ കാണും, അവിടെയൊക്കെ പൂജ ചെയ്തിട്ട് ആ കുപ്പായൊക്കെ മാറ്റി ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ടിട്ട് ആ കുട്ടികൾ IT ജോലി ചെയ്യാൻ പോകുന്നതാണ്. കാരണം കാലം മാറുന്ന അനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. പക്ഷെ അത് ചെയ്യാണ്ട്, ഇവിടെ പറയണത് അത് ചെയ്യാണ്ട് ഏത് കുല അഭിമാനം ഉണ്ടെങ്കിലേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ ജാത്യാഭിമാനം, കുലാഭിമാനം, ഗോത്രാഭിമാനം എന്ന് പറയും. എന്നിട്ട് ആ കുലത്തിൽ ആ അഭിമാനത്തോടു കൂടി ഇരുന്നിട്ട് ആ കുലധർമ്മം ചെയ്യാതിരുന്നാൽ, ആ ജാത്യധർമ്മം ചെയ്യാതിരുന്നാൽ അത് പാപമാണ്, അവരെ ഭ്രഷ്ട് ചെയ്തോളൂ എന്നാണ് പറയുന്നത്. ഇത് വേണ്ടവരെഴുതിക്കോളൂ. ഇത് എന്തുകൊണ്ടാണ് ഭ്രഷ്ട് ചെയ്യാൻ പറയുന്നത്? അതിവിടെ യാജ്ഞവൽക്യ മഹർഷി പറയുന്നില്ല, ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട്. ആത്മസ്വരൂപേണ വ്യതിരേകേണ, ആത്മസ്വരൂപേണ വ്യതിരേകേണ ഇയം ബ്രാഹ്മണജാതിഃ പരാദദ്യാത്. പരാദാതെന്ന് ഇവിടെ മന്ത്രത്തിലില്ലേ, അതിൻ്റെ കൂടെ ഒരു ദായും കൂടെ, ദദ്യാത്, പരാദദ്യാത്. ഒന്നുകൂടെ പറയേ. ആത്മസ്വരൂപേണ വ്യതിരേകേണ ഇയം ബ്രാഹ്മണജാതിഃ പരാദദ്യാത്. അതായത് ആത്മസ്വരൂപേണ എന്ന് വെച്ചാൽ ഏത് ജാതിയിലാണെന്നോ, ഏത് വർണ്ണാശ്രമത്തിലാണോ ആ വർണ്ണാശ്രമത്തിന് വ്യതിരേകേണ, അതിന് വ്യതിരേകമായിട്ട്, അന്യമായിട്ട്, അതിന് ഓപ്പോസിറ്റായിട്ട് ഇയം ബ്രാഹ്മണജാതി, അയാള് ആ ബ്രാഹ്മണജാതിയിൽ ജനിച്ചയാള് അതിന് വ്യതിരേകമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവരെ എന്ത് ചെയ്യണം? പരാദദ്യാത് എന്ന് വെച്ചാൽ അവരെ പുരുഷാർത്ഥ ഭ്രഷ്ടം ചെയ്യണമെന്ന്. അവരെ ആ പുരുഷാർത്ഥത്തിൽ നിന്നും, ബ്രാഹ്മണൻ എന്ന കുലത്തിൽ നിന്നും അവരെ ഭ്രഷ്ട് ചെയ്യാൻ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, ഈ സമാവർത്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ അതിനനുസരിച്ചല്ല ജീവിക്കുന്നതെങ്കിൽ അല്ലേ ഭ്രഷ്ട് കൽപ്പിക്കുമായിരുന്നു. സ്ത്രീകൾ ആ ധർമ്മത്തിനനുസരിച്ചല്ല പരപുരുഷനായിട്ടോ അല്ലെങ്കിൽ പല ബന്ധങ്ങളിലേക്ക് പോവുക, അവരെയൊക്കെ എന്ത് ചെയ്യും? ഭ്രഷ്ട് ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് ബ്രഹ്മവേദ.
ക്ഷത്രം തം പരാധാത് യോ അന്യത്ര ആത്മനഃ ക്ഷത്രം വേദ അല്ലേ. അടുത്തത് ക്ഷത്രം തം പരാധാത് യോ അന്യത്ര ആത്മനഃ ക്ഷത്രം വേദ, അതായത് ക്ഷത്രിയ കുലജാതൻ അല്ലേ. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ആത്മസ്വരൂപേണ വ്യതിരേകേണ ഇയം ക്ഷത്രിയ ജാതി പരാദദ്യാത് അല്ലെ. ക്ഷത്രിയൻ എന്ന് മാത്രം കൂട്ടിച്ചേർത്താൽ മതി. അതായത് ക്ഷത്രിയ ജാതിയിൽ ജനിച്ചിട്ട് ക്ഷത്രിയ ജാതി അഭിമാനത്തോടു കൂടി ഇരുന്നിട്ട് അവര് ക്ഷത്രിയ ധർമ്മം പാലിക്കാതിരുന്നാൽ ആ ക്ഷത്രിയ കുലത്തിലുള്ള മറ്റാളുകള് നമ്മുടെയൊക്കെ ഈ കുലത്തിനും ജാതിക്കൊക്കെ ഓരോ ലീഡർമാരൊക്കെ കാണുമല്ലോ അല്ലേ. നമുക്ക് കാണാവുന്നതാണ്. നേതാക്കന്മാർ, പ്രസിഡന്റ് കാണും, സെക്രട്ടറി ഒക്കെ ഉണ്ടാകും അല്ലേ. നമ്മൾ ഏത് കുലത്തിലാണോ ആ കുലത്തിൽ അല്ലെങ്കിൽ ആ ജാതിയിൽപ്പെട്ട ഒരു സമുദായത്തിൻ്റെ നേതാക്കളൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊക്കെ വളരെ സജീവമായിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഈ ക്ഷത്രിയനായിട്ട് ജനിച്ചു, അപ്പോൾ ഈ ക്ഷത്രിയ ധർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ ഈ ആളുകളെല്ലാം കൂടെ ആദ്യം ഒരു വാണിംഗ് കൊടുക്കും, പിന്നെ രണ്ടാമത് കൊടുക്കും, പിന്നെ എന്ത് ചെയ്യും? ഇവരെല്ലാവരും കൂടെ മീറ്റിംഗ് കൂടും. ഇദ്ദേഹം ക്ഷത്രിയനായിട്ട് ജനിച്ചിട്ട് ക്ഷത്രിയ ധർമ്മം ഒന്നുമല്ല ചെയ്യുന്നത്, മറ്റു പല ധർമ്മങ്ങളുമാണ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും ഓരോ ധർമ്മം ഉണ്ടല്ലോ. അതല്ല എങ്കിൽ അവരെ എന്ത് ചെയ്യണം? അവരെയും പുരുഷാർത്ഥ ഭ്രഷ്ടം ചെയ്യണം. അവരെയും ആ ധർമ്മത്തിൽ ചെയ്യാണ്ടിരുന്നാൽ അവരെയും ആ കുലത്തിൽ നിന്നും, ആ ആശ്രമത്തിൽ നിന്നും, വർണ്ണത്തിൽ നിന്നും, ജാതിയിൽ നിന്നും, ഗോത്രത്തിൽ നിന്നും അവരെ പുറത്താക്കണം എന്ന് പറയുക. ഇത് എന്തിനു വേണ്ടി ഇതൊക്കെ പറയുന്നു? സ്വധർമ്മം നിധനം ശ്രേയഃ പരധർമ്മോ ഭയ. അത്രേ കാര്യമുള്ളൂ. ഭഗവാൻ അർജുനനോട് പറഞ്ഞു. അത് തന്നെ ഇവിടെ പറയും. നിങ്ങൾ കണ്ടുപിടിക്കുക ഏതാണ് അധ്യായമെന്നും ഭഗവത്ഗീത ഏതാ ശ്ലോകം നമ്പറൊക്കെ. സ്വധർമ്മം നിധനം ശ്രേയഃ പരധർമ്മോ ഭയ. സ്വധർമ്മമേ അനുഷ്ഠിക്കാവൂ എന്ന് ഇവിടെ ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നൊക്കെ ഉദാഹരണം പറഞ്ഞേ ഉള്ളൂ അല്ലേ. അടുത്തത് ഇനി ഓരോന്നും പറയും. ഇനി വേഗം വേഗം നമുക്ക് പോകാം. യോ അന്യത്ര ഇനി ലോകാഹ തം പരാധുര്യുഹു. ലോകാഹ ബഹുവചനായോണ്ട് പരാധുര്യു വന്നു. ബ്രഹ്മ ക്ഷത്രമൊക്കെ ഏകവചനായോണ്ട് പരാധാതു വന്നു. കണ്ട, പരാധുര്യുഹു യോ അന്യത്ര ആത്മനഃ ലോകാൻ വേദ. അതായത് ഏതൊരാളാണോ തന്നിൽ നിന്ന് അന്യമായി ലോകങ്ങൾ ഒരു ലോകത്ത് പോയിട്ട് ആ ലോകത്തെ ധർമ്മം ചെയ്യാതെ മറ്റ് ധർമ്മമായി ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ആ ലോകത്തു നിന്നും അയാളെ പുറത്താക്കിക്കോളാം. അതായത് ഒരു കമ്മ്യൂണിറ്റി പറയുകയാണ് ഇവിടെ. അപ്പം ഞാൻ കഷ്ടപ്പെട്ട് സ്വർഗലോകത്ത് പോയി, പക്ഷെ ഞാൻ സ്വർഗലോകത്തെ നിയമങ്ങളൊന്നും പാലിക്കുന്നില്ല. സ്വർഗലോകത്തിലെ പോലെയല്ല എൻ്റെ ദിനചര്യകൾ, എൻ്റെ പ്രവൃത്തികൾ, എൻ്റെ വ്യവഹാരം എങ്കിൽ എന്ത് ചെയ്യും? അവർ അവിടെ നിന്ന് നമ്മളെ പുറത്താക്കും. അതിനുള്ള അധികാരമുണ്ട് എന്ന് പറയുകയാണ്. ഇനി ഓരോ ഉദാഹരണങ്ങൾ. ദേവതകൾ. അടുത്തത് ദേവാഹതം പരാധുര്യുഹു യോ അന്യത്ര ആത്മനഃ ദേവാൻ വേദ. ഞാൻ ദേവതയായി എന്ന് വെച്ചു. അപ്പം ദേവതയായി, ദേവതാ ശരീരം കിട്ടി. കഷ്ടപ്പെട്ട് ദേവതാ ശരീരം അനേക ജന്മങ്ങളുടെ ആഗ്രഹമായിരുന്നു, അതിനു വേണ്ടിയുള്ള പ്രയത്നമായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ദേവതാ ശരീരം കിട്ടി എനിക്ക്. അപ്പൊ ഞാൻ എന്താണ്? ദേവതകളുടെ ലോകത്ത് ദേവതാ ശരീരത്തിന് ഓരോ നിയമങ്ങളുണ്ട് അല്ലെ. അത് ചെയ്തില്ലെങ്കിൽ ദേവതകൾ എന്ത് ചെയ്യും? എന്നെ പുറത്താക്കും. പുറത്താക്കാൻ അവർക്ക് അധികാരമുണ്ട് അല്ലോ. നമുക്ക് തന്നെ അറിയാം, ഓരോ അച്ഛനൊരു ധർമ്മമുണ്ട്. ആ അച്ഛൻ്റെ ധർമ്മം ചെയ്തില്ലെങ്കിൽ അത് അവരെ അച്ഛൻ അല്ലാണ്ടാക്കിക്കോളാനാ പറയുന്നത്. അമ്മ അവരുടെ ധർമ്മം ചെയ്തില്ലേ അവരമ്മയല്ല. ന മാതാ ന പിതാ ഭവതി എന്നാണ് വേദം പറയുന്നത്. അതിവിടെ ഉദാഹരണമായിട്ട് ജാതിയുടെയും ലോകങ്ങളുടെയും ഒക്കെ ഉദാഹരണം പറയുന്നേ ഉള്ളൂ അല്ലെ. മനുഷ്യനൊരു ധർമ്മമുണ്ടല്ലേ. സഹജീവികളോട് കരുണ, വിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റം, ദയ, സഹിഷ്ണുത, ഇതൊക്കെ മനുഷ്യന്റെ ധർമ്മമാണ് അല്ലെ. മറ്റ് നമ്മളെക്കാളും
അധോ ശരീരം കിട്ടിയ തിര്യക്കാധികളോട് അധർമ്മം ചെയ്യാതിരിക്കല്, അല്ലേ? ഇതൊക്കെ മനുഷ്യന്റെ ധർമ്മമാണ്. അത് ചെയ്യാണ്ടിരുന്ന അവരെ പുറത്താക്കിക്കൊള്ളാനാ പറയുന്നത്, മനുഷ്യ ജാതിയിൽ നിന്ന്. അത് ഇവിടെ ഉദാഹരണമായിട്ട് ഓരോ ദേവാഹ എന്ന് വെച്ചാൽ ദേവതകൾ, ദേവതാ ശരീരം കിട്ടിയിട്ട് ദേവതകളുടെ ധർമ്മം ഞാൻ ചെയ്യാതിരുന്നാൽ എന്നെ ദേവതകൾ എന്ത് ചെയ്യും? ഇയാള് നമ്മുടെ കൂടെ വന്നിട്ട് നമ്മുടെ പോലെ അല്ല ചെയ്യുന്നത്, വിദഗ്ധ വിട്ടീര് സന്യാസികൾ എടുത്തു, അത് കുറച്ചുകൂടെ സന്യാസിയായി, അല്ലെ? നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഒരാൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലല്ല ഒരാൾ സന്യാസിയാകുന്നത്, അല്ലേ? ഗുരുവിൻ്റെ അടുത്ത് പോകണം, ഗുരുസേവ ചെയ്യണം, ഗുരു പറയണ പോലെ ഉപാസനകൾ എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾ കഴിയുമ്പോൾ ഗുരുനാഥൻ തന്നെ പറയും, ശരി നീ സന്യസിച്ചോളൂ, അല്ലേ? സന്യാസം ഇപ്പം ദീക്ഷയുണ്ട്, ശിവരാത്രിക്കോ ഗുരുപൂർണിമയ്ക്കോ സാധാരണ അപ്പോഴാണ് ദീക്ഷ തരിക. അപ്പം ഇന്ന ശിവരാത്രിക്ക് നീ വന്നോളൂ, നമുക്ക് ദീക്ഷ എടുക്കാം, അല്ലേ? സന്യാസിയായിട്ട് ചെയ്യണം. അപ്പോൾ ദീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ചെല്ലുക, 41 ദിവസത്തെ വ്രതം തരും, ആ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ പാലിക്കുക. അത് കഴിഞ്ഞ ശേഷം ചോദിക്കും, വിവാഹം കഴിക്കണോ എനിക്ക് അത് വേണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടായിരിക്കും. അപ്പോൾ ഇല്ല എനിക്ക് സന്യാസം. അങ്ങനെ എത്രയോ വർഷങ്ങളുടെ ഇതുകൊണ്ടാണ്. അപ്പോൾ പറഞ്ഞു തരും, ഇന്നതാണ് സന്യാസി ആയാൽ ഇത്ര ബുദ്ധിമുട്ടുകളുണ്ട്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലേ? അതെല്ലാം പറഞ്ഞു തരും. എന്നിട്ട് ശരി, അപ്പോഴത്തെ ആ ഒരു ഭയങ്കര തീവ്രമായ വൈരാഗ്യം കൊണ്ട് സന്യാസം എടുത്തു. എന്നിട്ട് എന്താണ്, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇതൊന്നും ശരിയാവില്ല, എനിക്ക് ഇത്ര ഓംകാര ഇത്ര ജപിക്കണം, അല്ലേ? അതിന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, പഠിക്കണം, അല്ലേ? ഒരുപാട് നിയമങ്ങളുണ്ട്. ഉള്ളി കൂട്ടാൻ പാടില്ല, വെള്ളുള്ളി കൂട്ടാൻ പാടില്ല, ഉപ്പ് കൂട്ടാൻ പാടില്ല, മുളക് കൂട്ടാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ പാലിക്കാനുണ്ട്, അല്ലേ? അപ്പോൾ അതെല്ലാം പാലിക്കും. അപ്പോൾ എന്താകും, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റണ പരിപാടിയല്ല ഇത് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ സന്യാസിമാരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ സന്യാസിമാർ നമ്മളെ വാച്ച് ചെയ്യും. ഇവർ സന്യാസം എടുത്തിട്ട് ഇവരിങ്ങനെ അല്ലല്ലോ പോകുന്നത്, ഇവരാണ്ട് പീടികയിൽ പോയി അണ്ട വാങ്ങുന്നു, അത് കഴിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പീടികയിൽ പോയി മസാല വാങ്ങുന്നു, അല്ലെങ്കിൽ പീടികയിൽ പോയി കുർക്കുറ വാങ്ങുന്നു, എന്തെങ്കിലുമൊക്കെ. ഒരു തവണ 10 തവണയാകുമ്പോഴോ നമ്മുടെ ഗുരുനാഥന് ന്യൂസ് എത്തിക്കാനായിട്ട് ഒരുപാട് CCTV ക്യാമറകളുണ്ട്. അപ്പം ഗുരുനാഥൻ്റെ ചെവിയിലെത്തിട്ട് അങ്ങയുടെ ശിഷ്യൻ ഇങ്ങനെയാണ്, എപ്പോഴും പീടിക വഴി നടക്കുകയാണ്, അല്ലെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എത്തും. അപ്പോൾ ഗുരുനാഥൻ ഒരു വാണിംഗ് തരും, 2 വാണിംഗ് തരും, അല്ലേ? പിന്നെ അങ്ങനെയാണെങ്കിലും എന്തെങ്കിലും ഗുരുനാഥൻ്റെ കൈ വിട്ടു പോവുകയാണ്, കേൾക്കുന്നില്ല എങ്കിൽ ഗുരുനാഥൻ സന്യാസിമാരുടെ നമുക്ക് ഇവിടെ ഒരു അധ്യക്ഷനുണ്ട്, ഒരു മഹാരാജ്. അപ്പോൾ സ്വാമിജിയെ വിവരം അറിയിക്കും, സ്വാമിജി വിളിപ്പിക്കും നമ്മളെ, നിങ്ങൾ ശരിയാണോ, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? അനേകം നിങ്ങളുടെ സഹപാഠികളും കംപ്ലൈൻറ്റ് തന്നു, ഗുരുനാഥനും കംപ്ലൈൻറ്റ് തന്നു, അങ്ങനെയാണെങ്കിൽ ഓം നമോ നാരായണ, നിങ്ങൾ കുപ്പായ അഴിച്ചു വെച്ചിട്ട് ചലേജാവും, നിങ്ങൾ പൊക്കോളം പറയും. അതാണ് ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മളെ പുറത്താക്കാനുള്ള അധികാരം അധ്യക്ഷനുണ്ട്, അല്ലേ? അവരൊരു ദണ്ഡമായിട്ടായിരിക്കുന്നത് മണ്ഡലേശ്വർമാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലൊക്കെ മണ്ഡലേശ്വർ വന്നപ്പോൾ കണ്ടിട്ടുണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ദണ്ഡം ഉണ്ടാകും. എന്ന് വെച്ചാൽ അവർക്ക് ദണ്ഡം എന്താണ്, അവർക്ക് ശാസിക്കുവാനുള്ള അധികാരമുണ്ട് എന്ന് കാണിക്കലാണ്. ആ പ്രതീകാത്മകമാണ് ആ ദണ്ഡം. അപ്പം പറയും, നിങ്ങൾക്ക് പറ്റിയ വഴിയല്ല ഇത്, ഞങ്ങൾക്കും കൂടെ നാണക്കേടാണ്, നിങ്ങൾക്ക് സന്യാസത്തിന് യോഗ്യമില്ല, നിങ്ങൾ പൊക്കോളം പറയും. അപ്പം നമ്മൾ എല്ലാ ഭാണ്ഡവും എടുത്ത് ഇവിടുന്ന് പോവുക. അതായത് സന്യാസിമാർ ഒരുമിച്ച് താമസിക്കുന്ന ഉത്തരകാശി, കാശി, ഹരിദ്വാർ അങ്ങനെയുള്ള പുണ്യതീർത്ഥ സ്ഥലങ്ങളിലേ ഉള്ളൂ ഇങ്ങനെ കേട്ടോ. അല്ലാണ്ട് ഈ ഓരോരോ ഇൻഡിവിജ്വലായിട്ട് താമസിക്കുന്നിടത്തോ മിഷണറി പ്രവർത്തനം അങ്ങനെ അവിടെയൊന്നും ഇല്ല കേട്ടോ. ഇത് പുറത്ത് അങ്ങനെയില്ല. ഇങ്ങനെയുള്ള സാമ്പ്രദായിക ഗുരുകുലങ്ങളുടെ രീതിയാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ അധ്യക്ഷൻ നമ്മളെ പുറത്താക്കും. അത് തന്നെ ഇവിടെ പറയുന്നു. അതായത് സ്വധർമ്മം ചെയ്യാണ്ടിരുന്നാൽ അവരെ പുറത്താക്കുക എന്ന് പറയും. ദേവാഹ എന്ന് പറയും, ദേവന്മാരുടെ ലോകത്ത് നിന്ന് നമ്മളെ പുറത്താക്കും. അടുത്തത് എന്താണ്? ഇനി എളുപ്പമാണ്, നമുക്ക് വേഗം പോകാം. എന്താണ് അടുത്തത്? ഭൂതാനിതം പരാദുര്യുഹു യോ അന്യത്ര ആത്മനഃ ഭൂതാനി വേദ സർ. ഭൂതാനി മറ്റു ഭൂതരാശികളായിട്ട് അവരുടെ കമ്മ്യൂണിറ്റിയിൽ ഇതുണ്ട്. നിങ്ങൾ ഈ ഓരോ ജീവികളുടെ എടുത്ത് നോക്കൂ, അവർക്കും ഉണ്ട് അല്ലെ? കാട്ടിലൊരു നേതാവ് ഉണ്ടാവും അല്ലേ? ആ നേതാവിൻ്റെ അടുത്ത് അതിനനുസരിച്ച് ജീവിച്ചോണം, അല്ലെങ്കിൽ ആ നേതാവിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ്. നമ്മൾ പണ്ടൊക്കെ കാർട്ടൂണൊക്കെ കണ്ടിട്ടില്ലേ അല്ലേ? അവർ സഭ കൂടും, എന്നിട്ട് നേതാവിൻ്റെ അടുത്ത് പറയും, ഇത് നമ്മളുടെ രീതികളിലല്ല ഈ ജീവി പ്രവർത്തിക്കുന്നത് അല്ലേ? എല്ലാറ്റിനുമാണ്, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ കാണാം ബന്ദറിന്, കുരങ്ങന്മാർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ വലിയ പ്രായമായ കുരങ്ങിനെ കാണാം, അവരിങ്ങനെ ഇരുന്ന് സഭ കൂടുന്ന കാണണം. നമുക്കൊന്നും മനസ്സിലാവില്ല, പക്ഷെ അതൊക്കെ ഒരു കാഴ്ചയാണ്. അവര് തെറ്റ് ചെയ്ത അടിക്കുന്ന കാണാം. ആ കുട്ടികൾ അവരെ നേർവഴിക്ക് നയിക്കുന്ന ആനകളുടെ ഒന്ന് കൂട്ടം നോക്കൂ. അവരെ ഒരു പ്രായം വരെ അമ്മമാര് സംരക്ഷിച്ചു, എല്ലാ ജീവികളും അല്ലേ? എന്നിട്ട് ഈ ആനകളെ എന്താ ചെയ്യുന്നതെന്ന് അറിയാവോ? ഒരു പ്രായം എത്തുമ്പോൾ 5 വയസ്സ് 6 വയസ്സ് 7 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ആനകളെ ഇവരുടെ പ്രായമുള്ളവരുടെ കൂടെ വിടും. എന്നിട്ട് തനിയെ ജീവിക്കാൻ പഠിപ്പിക്കും അമ്മയോ അച്ഛനും. അങ്ങനെയാണ്. അങ്ങനെ എല്ലാ ജീവരാശികൾക്കും ഉണ്ട്. അതല്ല ചെയ്യുന്നതെങ്കിൽ എന്താണ്? ആ ജീവരാശികളുടെ ഗണത്തിന് അത് ദോഷമായി വരും. അതുകൊണ്ട് എന്താണ്? അവരെ ശാസിച്ചിട്ടും കേട്ടില്ലെങ്കിൽ അവരെ പുറത്താക്കും. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കേണ്ട വരും. അപ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വളരെ പ്രയാസകരമാണ്. എല്ലായിടത്തോളും, വക്കീലായിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, ഏതൊരു കമ്മ്യൂണിറ്റി എടുത്തോളൂ, അവരത് ചെയ്യാണ്ടിരുന്നാൽ അതിലുള്ളവർക്കും കൂടെയാണ് അതിൻ്റെ പ്രത്യാഘാതം. ഇത് ഇവിടെ പറയുകയാണ്. ഓരോ ഉദാഹരണം നമ്മൾക്ക് ഇപ്പോഴത്തെ കാലത്തെ ഉദാഹരണങ്ങളും എടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ അവസാനിപ്പിക്കുകയാണ്. സർവം തം പരാധാത് യോ അന്യത്ര ആത്മനഃ സർവം വേദ. സർവം എല്ലാ ജീവരാശികളും അവരൊക്കെ അവരുടെ ധർമ്മം ചെയ്തില്ലെങ്കിൽ അവരെ പുറത്താക്കുക. ആ കുലത്തിൽ നിന്നോ ജാതിയിൽ നിന്നോ വർണ്ണത്തിൽ നിന്നോ എല്ലാം അതിനുള്ള അധികാരമുണ്ട്. എന്നിട്ട് പറയുന്നു, ഇതം ബ്രഹ്മ ഇതം ക്ഷത്രം ഇമേ ലോകാഹ ഇമേ ദേവാഹ ഇമാനി ഭൂതാനി ഇതം സർവം യഥയമാത്മാ. എന്ന് വെച്ചാൽ ഫലശ്രുതി പറയുകയാണ്. ഓരോ ജാതികൾ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ലോകങ്ങളിൽ പോകുന്നവര്, മറ്റു ലോകങ്ങളിലേക്ക് എൻട്രി കിട്ടിയവർ, ആ ലോകത്തെ ധർമ്മം ചെയ്തില്ല എങ്കിൽ ബ്രാഹ്മണധർമ്മം, ക്ഷത്രിയധർമ്മം, ദേവതകൾക്ക് ദേവതാധർമ്മം അല്ലെ? അപ്പോൾ ഓരോ ശരീരവും സുപ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പറയുക. അത് ചെയ്തില്ല എങ്കിൽ അവര് അധർമ്മമാണ് ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അവർ നടത്തുന്നത്. അതിനുള്ള പാപപ്രാരാബ്ധം അവർക്കുണ്ടാകും എന്ന് പറയുന്നു. എന്നിട്ട് ഫലശ്രുതി പറയുകയാണ്. ആരാണോ ഈ വിധം, ഞാൻ ക്ഷത്രിയനായി തന്നെ ജീവിക്കുകയാണെങ്കിൽ, ബ്രാഹ്മണനാണെങ്കിൽ ഞാൻ ബ്രാഹ്മണ ധർമ്മത്തോടു കൂടി ജീവിക്കുകയാണെങ്കിൽ, സന്യാസിയാണെങ്കിൽ ഞാൻ സന്യാസ ധർമ്മത്തോടു കൂടി ജീവിച്ചാൽ, ഗൃഹസ്ഥനാണെങ്കിൽ ഞാൻ ഗൃഹസ്ഥ ധർമ്മത്തോടു കൂടി ജീവിച്ചാൽ എന്താണ് ഫലം? അതാണ് ഇമേ ലോകാഹ ഇമേ ദേവാഹ ഇമാനി ഭൂതാനി ഇദം സർവം യഥയമാത്മാ. ഇമാനി ഭൂതാനി ഇദം സർവം യഥയമാത്മാ. അതാണ് ഫലം. അതായത് ഞാൻ സ്വധർമ്മം ചെയ്താൽ എനിക്ക് എന്ത് ഫലം കിട്ടും, അതാണ് പറയുന്നത്. നിങ്ങൾ എഴുതിക്കോളും എന്താണ് ഫലം എന്ന്. സർവാത്മ ദർശന അധികാര പ്രാപ്തി. അതാണ് ഇവിടെ പറയുന്നത്. അവർക്ക് മോക്ഷത്തിനുള്ള
അധികാരത്തിലേക്ക് അവർ വളരുമെന്ന്. സർവാത്മദർശനം എന്ന് വെച്ചാൽ മോക്ഷം. പുതിയ വാക്ക് പറയുന്നതേ ഉള്ളൂ, അർത്ഥം ഒന്ന് തന്നെയാണ്. അവർക്ക് മോക്ഷത്തിനുള്ള അധികാരത്തിലേക്ക് അവർ വളരും. ഇപ്പം എന്തിനാണ് നമ്മളോട് നമ്മൾ സ്വധർമ്മം ചെയ്യണമെന്ന് പറയുന്നത്? അതൊക്കെ നമ്മളെ മോക്ഷത്തിന് വേണ്ടി സഹായിക്കും. അല്ലാണ്ട് ഞാൻ സ്വധർമ്മം ഒന്നും ചെയ്യാണ്ട് ഒരു സ്ഥലത്തിരുന്ന് ജപിക്കുക മാത്രം ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടൂല, മോക്ഷം കിട്ടൂല അല്ലെ? എപ്പോഴും അതാണ് ശാസ്ത്രം പറയുന്നത് അല്ലേ? സ്വധർമ്മം സ്വധർമ്മം. എന്തിനാണ് അർജുനനോട് പറഞ്ഞത് നിന്റെ ധർമ്മം? അർജുനൻ ക്ഷത്രിയനായിരുന്നു. ക്ഷത്രിയന്റെ ധർമ്മം അധർമ്മികളെ ഇല്ലാണ്ടാക്കലാണ്, രാഷ്ട്രത്തെ സംരക്ഷിക്കലാണ്. ആ രാഷ്ട്രം അധപ്പതിച്ചപ്പോഴാണ് ദുര്യോധനാദി അധർമ്മികൾ ഉണ്ടായത് അല്ലേ? അപ്പോൾ നിന്റെ ധർമ്മമാണെന്ന് പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം എടുത്തോളൂ. അപ്പം ഞാനൊരു അമ്മയാണെങ്കിൽ പുത്ര സംരക്ഷണം, പുത്രീ സംരക്ഷണമാണ് എൻ്റെ പ്രഥമ സ്വധർമ്മം. ബാക്കിയുള്ളതൊക്കെ അവാന്തരമാണ്, ബാക്കി ധർമ്മങ്ങളെല്ലാം. അപ്പം അതാണ് ഇവിടെ പറയുക. അങ്ങനെയുള്ളവർക്ക് സ്വധർമ്മം ശ്രേഷ്ഠമായി ചെയ്താൽ അവർക്ക് എന്താണ്, മറ്റൊരു സാധനയും ചെയ്യണ്ടെന്ന് അല്ലേ? മറ്റൊരു സാധനകളും അവർ ചെയ്യണ്ട. അവർക്ക് മോക്ഷത്തിനായിട്ടുള്ള അധികാരങ്ങൾ അവരെ തേടി വരും. അതാണ് പറയുന്നത്. ഫലശ്രുതി എഴുതിയെന്ന് വിചാരിക്കുന്നു. എന്താണ്? സർവാത്മഭാവ ദർശന അധികാര പ്രാപ്തി. അവർക്ക് മോക്ഷത്തിനായിട്ടുള്ള അധികാരങ്ങൾ ലഭ്യമാകും. എന്ത്? സ്വധർമ്മം അനുഷ്ഠിച്ചാൽ. ഇത്രയേ ഉള്ളൂ. ആറാമത്തെ മന്ത്രം വളരെ ചുരുക്കി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സ്വധർമ്മം അനുഷ്ഠിച്ചാൽ ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്ന ആൾക്ക് ബ്രഹ്മവിദ്യക്കുള്ള അധികാരം കിട്ടും. ഒരിക്കലും നമ്മൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഭജനം ചെയ്താലേ എനിക്ക് മോക്ഷം കിട്ടുകയുള്ളൂ അല്ലേ? ഞാൻ എന്തൊക്കെയാണോ ലോകത്തുള്ളത്, പ്രാണായാമം, യോഗ, പലരും പറയാണ്ട് നിങ്ങൾ യോഗ ചെയ്താൽ മാത്രം മതിയെന്ന്. ഒരിക്കലുമല്ല. സിദ്ധികൾ കിട്ടുമായിരിക്കും, മറ്റു പലതും കിട്ടും, പക്ഷെ ജീവൻ മുക്തി കിട്ടില്ല. അതിനെന്താണ് ബേസിക്കായിട്ട്? സ്വധർമ്മം. എന്തിനാണ് ഈ ആശ്രമങ്ങളൊക്കെ തിരിച്ചത്? ഭഗവാനെ എന്തെല്ലാം കുറ്റം പറയുന്നു ആളുകൾ. ഭഗവാൻ ഒറ്റ ഒരാളാണ് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യൻ എന്ന ഡിവിഷൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു. വെറുതെ അല്ല ഭഗവാൻ ഉണ്ടാക്കിയത്. ആ ധർമ്മം നമുക്ക് ഒരു കുലത്തിൽ നിന്ന് ആ കുലത്തിലെ ധർമ്മമെങ്കിലും, ഇപ്പം ഞാൻ 4 കുലത്തിലും അല്ല, ഇതൊക്കെ ഉപേക്ഷിച്ച് ഞാൻ എന്ത് ധർമ്മമാണ് ചെയ്യുക അല്ലേ? നമുക്ക് പറ്റാണ്ടാവും. 4ഉം കൂടെ ഒരുമിച്ചും ചെയ്യില്ല, അവസാനം 4 ഉപേക്ഷിക്കും അല്ലേ? ഞാൻ ബ്രഹ്മചാരിയായിട്ടിരുന്നിട്ട് ഞാൻ ബ്രഹ്മചാരിയുമാണ്, ഗൃഹസ്ഥനുമാണ്, വാനപ്രസ്ഥിയാണ്, സന്യാസിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഈ 4 ആശ്രമവും ധർമ്മം ചെയ്യാൻ പറ്റാണ്ടാവും അല്ലേ? ഒന്നും ചെയ്യാണ്ട് ഞാൻ എല്ലാം ഉപേക്ഷിക്കും. അതുകൊണ്ടാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നത്. ആദ്യം ഒരെണ്ണമെങ്കിലും ചെയ്യൂ, അതിൽ നിന്നും വളർന്ന് വളർന്ന് നീ ബ്രഹ്മവിദ്യക്ക് അധികാരിയാകും, മോക്ഷത്തിന് അധികാരിയാകും. അതാണ് ഇവിടെ പറഞ്ഞത്. വളരെ മനോഹരമായ ഒരു മന്ത്രമാണ്, ഓർക്കുക. ഓക്കെ, നമുക്ക് 3.35 അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഭഗവത്ഗീത 3ാം അധ്യായം 35ാം ശ്ലോകം. സ്വധർമ്മം മുഴുവൻ ചൊല്ലു അമ്മ. എന്താണ് മുഴുവൻ ശ്ലോകം? സ്വധർമ്മം പരധർമ്മോ ഭയാഭകം. വെരി ഗുഡ്, വെരി ഗുഡ്. ഭഗവത്ഗീത എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഭഗവത്ഗീത 3ാം അധ്യായം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം. 7, 8, 9 ശ്ലോകങ്ങൾ മന്ത്രങ്ങൾ ഒരുമിച്ചാണ് കേട്ടോ. 7ാമത്തെ മന്ത്രം, 8ാമത്തെ മന്ത്രം, 9ാമത്തെ മന്ത്രം ഒരുമിച്ചാണ്. എഴുതിക്കോളൂ. പരമാത്മാ സ്ഥിതി കാരണ വർണ്ണന. മന്ത്രം
7, 8, 9. പരമാത്മാ, പരമാത്മാ ബ്രഹ്മൻ അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെ ഭഗവാൻ എന്ത് വേണമെങ്കിലും വിളിക്കും. ആ ഈശ്വരൻ എന്താണ്? സ്ഥിതി കാരണം. പരമാത്മാവാണ് സ്ഥിതിക്ക് കാരണം എന്ന് യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് ഉപദേശിക്കുകയാണ് ഉദാഹരണങ്ങളിലൂടെ. മന്ത്രം 7, 8, 9. സ്ഥിതി അറിയാമല്ലോ അല്ലേ? സൃഷ്ടി സ്ഥിതിയിലെ സ്ഥിതി മൂന്നെണ്ണായിട്ട് പറയുകയാണ് അല്ലേ? സൃഷ്ടി, സ്ഥിതി, ലയം അല്ലേ? അതിൽ സ്ഥിതി കാരണം ആണ് പറയുന്നത് മന്ത്രം 7, 8, 9. അടുത്ത മന്ത്രം 10 പരമാത്മാ സൃഷ്ടി കാരണം. ആ ഓർഡറിലൊന്നും അല്ല പറയുന്നത്. ഈ മഹർഷിമാർ ഈ ഓർഡർ ഒന്നും അവരെ ബാധകമേ അല്ല. ഈ റൂൾസ് ഒന്നും അവർ നോക്കൂല. അവർക്ക് എന്താണോ അപ്പോഴും ശിഷ്യനോട് ഉപദേശിക്കാൻ തോന്നുന്നത് അതേ ഉപദേശിക്കുള്ളൂ. നമ്മൾ വിചാരിക്കരുതാ ഇന്ന ഓർഡറിൽ ക്രമമായിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്. അവർക്ക് ഒരു നിയമവും ബാധകമല്ല. അതുകൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കി എടുത്തോണം. 7, 8, 9 പരമാത്മാ സ്ഥിതി കാരണം വർണ്ണന. വർണ്ണന എന്ന് വെച്ചാൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് 7, 8, 9 മന്ത്രത്തിൽ. പരമാത്മ നീ എന്തിനെയൊക്കെ കാണുന്നുണ്ടോ മൈത്രേയി, അതൊക്കെ നിലനിൽക്കുന്നത് ഈശ്വരനിലാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മൈത്രേയിക്ക് 7, 8, 9. അടുത്തത് 10ാമത്തെ മന്ത്രം പരമാത്മാ സൃഷ്ടി കാരണം. പരമാത്മാ സൃഷ്ടി കാരണമെന്ന്. പരമാത്മാവാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചത് അല്ലേ? അത് പറഞ്ഞു കൊടുക്കുകയാണ് 10ാമത്തെ മന്ത്രം. അതും ഒരു ഉദാഹരണത്തിലൂടെ പറയുകയാണ്, എളുപ്പമാണ് അതും. പിന്നെ 12 മന്ത്രങ്ങൾ. മന്ത്രം 11, മന്ത്രം 12 പരമാത്മാ ലയകാരണം. അവസാനത്ത് ലയകാരണം എന്ന് വെച്ചാൽ എന്തിനെയൊക്കെ സൃഷ്ടിച്ചോ, എന്തിനെയൊക്കെ ഇത്രയും കാലം പാലിച്ചോ അതൊക്കെ മതിയായി മൂപ്പരെന്ത് ചെയ്യും? അതിനെയൊക്കെ ലയിപ്പിക്കും. ലയിപ്പിക്കും എന്ന് വെച്ചാൽ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കും. അതും ചെയ്യണതും പരമാത്മാവ് തന്നെ. ഒരാൾ തന്നെയാണ് ഈ ത്രിവിധ ഭാവങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ലയകാരണം, സ്ഥിതി കാരണം, സൃഷ്ടി കാരണമെന്ന്, അല്ലെങ്കിൽ സൃഷ്ടി സ്ഥിതി ലയ കാരണം എന്ന് പറഞ്ഞ് മന്ത്രം 11, 12 ആത്മാ ലയ കാരണം. ഒന്നുകൂടെ പറയാം. 7, 8, 9 സ്ഥിതി കാരണം, 10 സൃഷ്ടി കാരണം, 11, 12 ലയ കാരണം. നമുക്ക് മന്ത്രം ഒന്ന് ചൊല്ലാം. വ്യാഖ്യാനം നാളെ കാണാം. നാളെ മറ്റന്നാളും ക്ലാസ് ഉണ്ട്. ദയവായി ഈ പ്രാവശ്യം കൂടെ എല്ലാവരും സഹകരിക്കുക. ഇനിയില്ല, ഇനി നമുക്ക് ഒരു ബുധൻ വ്യാഴം വരെ ക്ലാസ് ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസം അവധിയാകും. അപ്പോൾ നാളെ മറ്റന്നാളും കൂടെ വരിക. എനിക്കറിയാം പലർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന്, അറിയിക്കാറുമുണ്ട്. പക്ഷെ നമുക്ക് ഇത് വലിയൊരു ഗ്രന്ഥം ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. ക്ഷമിക്കുക എല്ലാവരും. ഓക്കെ, നമുക്ക് മന്ത്രം 7. സയഥാ ദുന്ദുഭ്യേ ഹന്യമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗ്രഹണായ ദുന്ദുഭ്യേ തു ഗ്രഹണേന ദുന്ദുഭ്യാം ഘാതസ്യ വാ ശബ്ദഃ ഗൃഹീതഃ. ഒന്നുകൂടെ പറയാം. സ യഥാ ദുന്ദുഭ്യേ ഹന്യമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗ്രഹണായ ദുന്ദുഭ്യേ തു ഗ്രഹണേന ദുന്ദുഭ്യാം ഘാതസ്യ വാ ശബ്ദഃ ഗൃഹീതഃ. 8ാമത്തെ മന്ത്രം. സ യഥാ ശംഗസ്യ ധ്യമായമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗൃഹ്ണായ ശംഗസ്യ തു ഗ്രഹണേന ശംഗധ്വംസ്യ വാ ശബ്ദോ ഗൃഹീതഃ.
सा यथा शङ्गस्य धमायमानस्य न बाह्यान् शब्दान् शक्नुयात् ग्रहणाय शङ्गस्य तु ग्रहणेन शङ्गध्वंस्य वा शब्दो गृहीतः. ഒൻപതാമത്തെ മന്ത്രം. सा यथा वीणायै वाद्यमानै न बाह्यान् शब्दान् शक्नुयात् ग्रहणाय वीणायै तु ग्रहणेन वीणावादस्य वा शब्दो गृहीतः. सा यथा वीणायै वाद्यमानायै न बाह्यान् शब्दान् शक्नुयात् ग्रहणाय वीणायै तु ग्रहणेन वीणावादस्य वा ശബ്ദോ ഗൃഹീതഃ. നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. എളുപ്പമാണ്. ഉദാഹരണം മാത്രം പറഞ്ഞ് വേഗം വേഗം യാജ്ഞവൽക്യ മഹർഷി മൈത്രേയിക്ക് സൃഷ്ടികാര്യം പറഞ്ഞു പോവുകയാണ്. നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. വ്യാഖ്യാനം നാളെ കാണാം. സ യഥാ ദുന്ദുഭ്യേ ഹന്യമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗ്രഹണായ ദുന്ദുഭ്യേ തു ഗ്രഹണേന ദുന്ദുഭ്യാം ഘാതസ്യ വാ ശബ്ദഃ ഗൃഹീതഃ. 8. സ യഥാ ശംഗസ്യ ധമായമാനസ്യ ന ബാഹ്യാൻ ശബ്ദാൻ ശക്നുയാത് ഗ്രഹണായ ശംഗസ്യ തു ग्रहणेन शङ्गध्वंस्य वा शब्दो गृहीतः. 9. स यथा वीणायै वाद्यमानायै न बाह्यान् शब्दान् शक्नुयात् ग्रहणाय वीणायै तु ग्रहणेन वीणावादस्य वा शब्दो गृहीतः. 7, 8, 9 ഒരുമിച്ച് ചൊല്ലാം. स यथा दुन्दुभ्ये हन्यमानस्य न बाह्यान् शब्दान् शक्नुयात् ग्रहणाय दुन्दुभ्ये तु ग्रहणेन दुन्दुभ्यां घातस्य वा शब्दः गृहीतः. स यथा शङ्गस्य धमायमानस्य न बाह्यान् शब्दान् शक्नुयात् ग्रहणाय शङ्गस्य तु ग्रहणेन शङ्गध्वंस्य वा शब्दो गृहीतः. स यथा वीणायै वाद्यमानायै न बाह्यान् शब्दान् शक्नुयात् ग्रहणाय वीणायै तु ग्रहणेन वीणावादस्य वा शब्दो गृहीतः. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. അപ്പം നമുക്ക് നാളെ കാണാം. ഹരി ഓം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംപ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോ വപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.